പോലീസുകാരുടെ ഓണം അലവൻസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 500 രൂപയിൽ നിന്ന് 1000 രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ സാധാരണ പത്രക്കാർക്കും പോലീസുകാർക്കുമൊക്കെ ദീർഘനാൾ ഏത് ആഘോഷ നാളുകളാണെങ്കിലും ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഏതായാലും അങ്ങനെ ഓണം ഡ്യൂട്ടി നോക്കേണ്ടി വരുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു സന്തോഷ വാർത്ത, ഒരു ആഹ്ലാദ വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഏതായാലും ഓണം അലവൻസും ബോണസും ഉൾപ്പെടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് 500 രൂപ, യഥാക്രമം നേരത്തെ 500 രൂപയായിരുന്നു, അതിപ്പോൾ 1000 രൂപയാക്കിയാണ് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി SAP ക്യാമ്പിൽ അന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഓണാഘോഷത്തിൽ പങ്കെടുക്കാനായി വന്നപ്പോഴാണ് പോലീസ് സംഘടനകളും ഉദ്യോഗസ്ഥരുമൊക്കെ നേരിട്ട് കണ്ട് അലവൻസ് വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ഉമ്മൻചാണ്ടിക്ക് മുൻപാകെ മുന്നോട്ട് വെച്ചത്. പിന്നീട് അത് പരിശോധിക്കുകയും അങ്ങനെ 500 രൂപ അനുവദിക്കുകയും ചെയ്യുകയായിരുന്നു. അത് പിന്നീട് വർഷങ്ങളായി കൃത്യമായി ഉദ്യോഗസ്ഥർക്ക് കിട്ടിപ്പോരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊന്നും അത് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ വർഷം ഈ ഓണം അലവൻസ് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടുമൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ചർച്ചകളൊക്കെ നടന്ന സമയത്ത് പറഞ്ഞത് അത് സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ വർഷം അതിനൊരു വർധനവ് കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഓണം വാരാഘോഷ പരിപാടികൾ 24-ന് ആരംഭിക്കുകയാണ്. 24 തൊട്ട് 30 വരെ തലസ്ഥാന നഗരം ദീപാലങ്കൃതമായിരിക്കും. മാത്രമല്ല, സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളുടെ സുരക്ഷയ്ക്കും സ്വത്തിനും കൃത്യമായി ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥരാണ് പോലീസ് ഉദ്യോഗസ്ഥർ. അപ്പോൾ അവർ 24 അവേഴ്സും, അതായത് 24 മണിക്കൂറും ജോലി നോക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. പല ടേണുകളായി, പല ഷിഫ്റ്റുകളിലായിട്ടൊക്കെ ആയിരിക്കും ഉദ്യോഗസ്ഥർക്ക് ഓണം ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം കുടുംബ സമേതം അവർക്ക് ആഘോഷിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം നിറയ്ക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും പോലീസുകാർക്ക് ഓണം ബോണസ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അസോസിയേഷനുകളും മറ്റും ആഭ്യന്തരമന്ത്രിയെ കണ്ട് വിവരം അറിയിച്ചിരുന്നതാണ്, നിവേദനമൊക്കെ സമർപ്പിച്ചിരുന്നതാണ്. ഏതായാലും ധനവകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി ആ ഫയലിൽ ഒപ്പുവെച്ചതോടുകൂടിയാണ് അത് ഉത്തരവായി പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പോലീസുകാർക്ക് 1000 രൂപയാണ് ഓണം അലവൻസായി നൽകുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഓണം അലവൻസും ഒപ്പം തന്നെ അവർക്കുള്ള ഉത്സവ ഭത്തയും ഒക്കെ പ്രഖ്യാപിച്ചിരുന്നു. ബെവ്കോ ജീവനക്കാർക്ക് വലിയ ബോണസാണ് ഇത്തവണ നൽകുന്നത്. 2500 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1,05,000 ചില്ലുവാനും രൂപ അവർക്കും ഏതായാലും കിട്ടുകയാണ്. അങ്ങനെ പോലീസുകാർക്ക് ഇപ്പോൾ ഓണം അലവൻസ് സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. പോലീസുകാരെയും അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. PV രഞ്ജിത്തിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.